കലങ്ക് സംവാദ ചർച്ചയിൽ സുരേഷ് ഗോപി നടത്തിയ നപുംസക പരാമർശവും വിവാദമായിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ DCC അധ്യക്ഷനും അധിക്ഷേപ പ്രസംഗം നടത്തി. കോൺഗ്രസ് പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ചു. പാലക്കാടുകാരൻ മാത്രം ആണും പെണ്ണും കെട്ടവൻ പറഞ്ഞ സുരേഷ് ഗോപിയാണ് ആണും പെണ്ണും കെട്ടവൻ. ഞങ്ങളല്ല, പാലക്കാടുകാരല്ല ആണും പെണ്ണും കെട്ടവൻ. ഇവിടെ ആണുങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളവിടെ കാലുകുത്താൻ അയക്കാതെ ജനങ്ങൾ, പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ് പാലക്കാട്. നിങ്ങൾ ഏത് മെനക്കെട്ടാലും പാലക്കാട് നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും നിങ്ങളെ ഇവിടെ വേര് കുത്താൻ അയക്കില്ല എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. എല്ലാ പാലക്കാടുകാർ ആക്ഷേപിച്ചുകൊണ്ട് സുരേഷ് ഗോപി വലിയ പ്രമാണിയാവണ്ട. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, ഇതിൽ ആദ്യം സുരേഷ് ഗോപി പറഞ്ഞു വന്നത് ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്, പെട്ടെന്ന് ഇത്തരം ഏജൻസികൾ ഇവരുടെയൊക്കെ പോലീസിനെ ഉപയോഗിച്ചെന്നൊക്കെ പറയുകയാണ്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ EDയുടെ പരിശോധന, EDയുടെ റെയ്ഡാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ നടന്നത്. അതിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത്? അദ്ദേഹത്തിന് തെറ്റിപ്പോയതാണോ? അതിനുശേഷം പിന്നീട് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടു. ഇത് രണ്ടും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, കേന്ദ്രവും കേരളവും തമ്മിൽ, അത് സുരേഷ് ഗോപി സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിന് തെറ്റിപ്പോയതാണോ? അദ്ദേഹത്തിന് പിഴവ് പറ്റിയതാണോ? അനുജ, ഇതിൽ സുരേഷ് ഗോപി തന്നെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതാണ്. കാരണം അദ്ദേഹം സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്നു, അതിനായി ഒരു കേന്ദ്ര ഏജൻസിയെ തന്നെ സംശയമുനയിലാക്കുന്നു, ഒപ്പം കേരള സർക്കാരിനെ വിമർശിക്കുന്നു. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. എന്നാൽ അതേസമയം തന്നെ EDയുടെ പരിശോധനകൾ അത് വളരെ നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളതും ഇതേ സുരേഷ് ഗോപി തന്നെ പറയുകയാണ്. അപ്പോൾ അതിൽ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയണം. പക്ഷേ അദ്ദേഹം നിരന്തരമായി നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ വലിയ വിവാദത്തിലാവുന്നത് ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. ഇതിൽ വെട്ടിലാവുന്നത് സത്യത്തിൽ കേരളത്തിലെ BJP നേതൃത്വമാണ് ഇതിനൊക്കെ മറുപടി പറയുക എന്നുള്ളതിൽ. മറ്റൊന്നുള്ളത്, മറ്റൊരു കലിംഗ് സംവാദം കൂടി വിവാദത്തിലാവുകയാണ്. അത് ഇപ്പോൾ പാലക്കാട് നടന്നതിലാണ് ഈ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഈ EDയുടെ അന്വേഷണം അത് സ്വർണ്ണമോഷണത്തെ മറയ്ക്കാനാണ്, അല്ലെങ്കിൽ അത് മുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശോധനയാണ് ഈ നടക്കുന്നത് എന്ന് ഒരു കേന്ദ്രമന്ത്രി തന്നെ കേന്ദ്ര ഏജൻസിയെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അത്തരത്തിൽ അതിന് വഴങ്ങുന്ന ഒന്നാണോ ഈ കേന്ദ്ര ഏജൻസി EDയുടെ പരിശോധന എന്നുള്ളതാണ് ഒരു ചോദ്യമുള്ളത്. പക്ഷേ അത്തരത്തിൽ അതൊരു വിവാദമായി ഉയർന്നു വന്ന അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യം വരുമ്പോഴേക്കും അദ്ദേഹം ഇതെല്ലാം തന്നെ മാധ്യമങ്ങളുടെ ദേഹത്തേക്കിട്ട് മാധ്യമങ്ങളെ പഴിചാരുകയാണ്. ഇതിനു മുൻപും മാധ്യമങ്ങൾ തന്നെ ഇങ്ങനെ വേട്ടയാടുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഈ സ്വർണത്തിന്റെ മോഷണവുമായി ബന്ധപ്പെട്ട ചർച്ച മറയ്ക്കുന്നതിന് വേണ്ടി 2 സിനിമാ നടന്മാരെ കുറിച്ചിട്ടുള്ള ചർച്ചകൾക്ക് മാധ്യമങ്ങൾ തുടക്കമിടുന്നു എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പൊതുസമൂഹത്തിന്റെ തുലാസിലേക്ക് ഈ 2 സിനിമാ നടന്മാരെ വെച്ചുകൊണ്ട് ഉള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം EDക്കെതിരെ തന്നെ രംഗത്ത് വരികയാണ്. ഒപ്പം കേരള സർക്കാരിന്റെ ഈ ഒരു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ വളരെ തിളക്കമുള്ള ആളുകളെ കളങ്കപ്പെടുത്തുന്ന ഒരു ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. അതിൽ പോലീസാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് അദ്ദേഹം കേന്ദ്ര ഏജൻസി എന്ന് ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഓരോ സമയവും വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് ഇതിനോടകം തന്നെ ഇത് രാഷ്ട്രീയമായി ഏറ്റെടുത്തു കഴിഞ്ഞു. BJPയും ഇടതുപക്ഷവും തമ്മിലുള്ള ഒരു അന്തർധാരയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് ഇതിനോടകം തന്നെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെട്ടിലാക്കുന്നത് ഒരു പക്ഷേ BJP നേതൃത്വത്തെ കൂടിയാണ്. അവർ കൂടി മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കലിംഗ് സംവാദം വീണ്ടും എത്തിയിരിക്കുന്നത്. അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചർച്ചയിലൂടെ നമുക്ക് പറയാൻ കഴിയുക. ചിലപ്പോൾ ഈ പോണ്ടിച്ചേരിയുടെ കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, നമുക്ക് അറിയാവുന്നതുപോലെ വിപിൻ, അത് കോടതിയിലേക്കൊക്കെ പോയ കേസാണ്, കുറ്റപത്രമൊക്കെ സമർപ്പിച്ച് അങ്ങനെ ഒക്കെയുള്ള നടപടികളിലേക്കൊക്കെ പോയതുമാണ്. അപ്പോൾ ആ കാര്യത്തിലും അദ്ദേഹം മാധ്യമങ്ങൾ എന്നെ വേട്ടയാടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഈ വിഷയം ചർച്ചയാകുമ്പോൾ, നിലവിൽ സിനിമാ താരങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങളൊക്കെ ചർച്ചയാകുമ്പോൾ അതുകൂടി ഒരുപക്ഷെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അന്ന് സംഭവിച്ചതും അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണ് എന്നൊക്കെയുള്ളത് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും അതൊരു വേട്ടയാടൽ എന്ന തരത്തിലേക്കൊക്കെ അദ്ദേഹം ചിത്രീകരിക്കുമ്പോൾ അത് വെറുതെ ഉയർത്തിക്കൊണ്ടുവന്നതല്ല എന്നത് കൂടി നമ്മൾ വീണ്ടും പറയാൻ നിർബന്ധിതരാവുകയല്ലേ? അതെ, പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് ടാക്സ് വെട്ടിക്കുന്നു എന്നുള്ളതിൽ സുരേഷ് ഗോപിയുടെ വാഹനവും ഉണ്ടായിരുന്നു. ഇത് വലിയ വാർത്തയാവുകയും പിന്നീട് അതിൻ്റെ കേസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. അതിൽ ഒരു മാപ്പ് പറയില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു അന്ന് സുരേഷ് ഗോപിയുടെ ഒരു തീരുമാനം ഉണ്ടാവുകയൊക്കെ ചെയ്തത്. പിന്നീട് അതിൽ പല വിശദീകരണങ്ങളും വന്നു എന്നുണ്ടെങ്കിൽ പോലും ഈ 8 വർഷങ്ങൾക്ക് ശേഷം അതേ വിഷയം തന്നെ ഇപ്പോൾ ഒരു ചർച്ചയിൽ ഇല്ലാത്തൊരു സമയത്ത് സുരേഷ് ഗോപി തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. തൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായി, അതിപ്പോഴും ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത്. ഇപ്പോൾ മൂന്ന്
സിനിമാ താരങ്ങൾക്കെതിരെയാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത്. അത് പൃഥ്വിരാജ്, അമിതാഭ്, ദുൽഖർ സൽമാൻ എന്നിവർക്കെതിരെയൊക്കെ ആ പരിശോധന ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അത് ഇപ്പോൾ സർക്കാരിനെ വലിയ പ്രതിക്കൂട്ടിലാക്കുന്ന, അല്ലെങ്കിൽ ദേവസ്വത്തെ വലിയ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ ഒരു സ്വർണ്ണമാഷത്തെ മുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ നടക്കുന്നത് എന്നുള്ളത് കേന്ദ്രമന്ത്രി കേന്ദ്ര ഏജൻസിയെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതൽ വിശദീകരണം വരേണ്ടി വരും എന്നുള്ളത് കാര്യം ഉറപ്പാണ്. ഇതിനു മുൻപ് തന്നെ BJPക്ക് അകത്ത് തന്നെയുള്ള ഒരു പൊതുവികാരം, സുരേഷ് ഗോപി പറയുന്നതിന് അദ്ദേഹം തന്നെ ഒരു വിശദീകരണം മറുപടി നൽകട്ടെ എന്നുള്ളതിലാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും മറുപടി പറയുമോ എന്നുള്ളതും നമുക്കറിയില്ല. അപ്പോൾ BJPയിൽ തന്നെ ഒരു ഒറ്റയാനെ പോലെ സുരേഷ് ഗോപി നിൽക്കുന്നു, അല്ലെങ്കിൽ മറ്റു കൂടെയുള്ളവരൊന്നും തന്നെ സംരക്ഷിക്കാനോ എതിർക്കാനോ അനുകൂലിക്കാനോ എത്തുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അത് തന്നെ ഇപ്പോഴും ഈ വിവാദ കാര്യങ്ങളിലും നടക്കുന്നു. അദ്ദേഹം എവിടെ ഈ സംവാദ പരിപാടി നടത്തിയാലും അതൊക്കെ വിവാദത്തിൽ കലാശിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. പക്ഷേ അത് പറഞ്ഞു വരുമ്പോൾ പിന്നീട് മാധ്യമങ്ങളുടെ ദേഹത്തേക്കിട്ട് മാധ്യമങ്ങളെ പഴിചാരിക്കൊണ്ട് അദ്ദേഹം ആ പറഞ്ഞതിൽ നിന്ന് പിൻവാങ്ങുന്ന കാഴ്ചയാണ് ഇവിടെയും. അത് തന്നെ ആവർത്തിച്ചു ഉച്ചയോടുകൂടി തന്നെ എന്ന് പറയാം. അതാണ് ഈ കലുങ്ക് സംവാദത്തിൽ തന്നെ ഇപ്പോൾ എത്രയോ വിവാദങ്ങളായി സുരേഷ് ഗോപി ഉയർത്തിക്കൊണ്ടുവരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പിന്നീട് വിവാദങ്ങളായി മാറുന്നത്. അതിൽ എയിംസുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ആലപ്പുഴയിൽ എയിംസ് എന്ന് പറയുന്നു, പിന്നീട് അതിൽ നിന്ന് മാറുന്നു. അത് BJPയിൽ തന്നെ വലിയ ഭിന്നത സൃഷ്ടിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ ജില്ലയിൽ എയിംസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. അതിനെതിരെ ഉള്ള BJP നേതൃത്വത്തിൽ നിന്ന് തന്നെയൊക്കെയുള്ള വിമർശനങ്ങൾ വരുന്നത് അതെല്ലാം ഉണ്ട്. കൂടാതെ പ്രജ എന്നുള്ള പരാമർശം അദ്ദേഹം നടത്തുന്നു. ഇനിയിപ്പോൾ ഈ പോണ്ടിച്ചേരി വാഹനത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറയുകയാണ്. കൂടാതെ ED റെയ്ഡിനെ കുറിച്ചും അത് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ്, ഈ സർക്കാരിനെതിരായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ED എന്ന കേന്ദ്ര ഏജൻസിയെക്കുറിച്ചാണ് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. പിന്നീട് അത് മാധ്യമങ്ങൾക്ക് മുകളിലേക്ക് ഇട്ടുകൊണ്ട് തടിയൂരുന്ന കാഴ്ച. അങ്ങനെ എപ്പോഴും ഒരു വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവ് എന്നൊരു ഇമേജ് അത് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.